വളരെ മോശമായി സംസാരിച്ച് അതിൻ്റെ പ്രയാസത്തിലാണ് അവർ ആത്മഹത്യ ചെയ്തത്. CPM എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ വേട്ടയാടുന്നത്? കേരളത്തിൽ എത്ര പേരാണ് സാമ്പത്തിക ബാധ്യതയുള്ളവർ? എത്ര പേർക്കാണ് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നവർ? എത്ര പേരാണ് വീട് ജപ്തി ചെയ്തിട്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് പുറത്തിറങ്ങി വാടക വീട്ടിൽ പോയി താമസിക്കുന്നത്? സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ വേട്ടയാടുക. ഒരു പഞ്ചായത്ത് മെമ്പർ ഏറ്റവും കൂടുതൽ 400ഓളം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച പഞ്ചായത്ത് മെമ്പറെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ്, ഏരിയ സെക്രട്ടറി അവരെ അധിക്ഷേപിച്ചതിൽ മനംനൊന്താണ് അവരെ ആത്മഹത്യ. പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് നീതി കിട്ടുന്നില്ല. CPM ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണം. നിങ്ങളെന്താ സാമ്പത്തിക ബാധ്യതയുള്ള ആളുകൾക്കെതിരായിട്ട് നിങ്ങൾ പൊതുയോഗം നടത്തി നിങ്ങളവരെ അധിക്ഷേപിക്കുമോ? എന്തൊരു പാർട്ടിയാണിത്? എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിൽ ശക്തിയായ നമസ്കാരം. സാമ്പത്തിക ബാധ്യതയുള്ള ആളുകൾക്കെതിരെ എന്നു മുതലാണ് CPM പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി തുടങ്ങിയത്? ഇന്ത്യയിൽ, കേരളത്തിൽ എത്രയോ ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പാടില്ലാത്ത രീതിയിൽ ജപ്തിയെ നേരിടുന്നുണ്ട്. അത് CPM-നകത്ത് തന്നെയുണ്ട്, മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികൾക്കിടയിലുമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം ആര്യനാട് കോട്ടയ്ക്കകം വാർഡ് മെമ്പറായ ശ്രീജയുടെ സാമ്പത്തിക പരാധീനതകളെ മുൻനിർത്തിക്കൊണ്ട് അവർ മൈക്രോ ഫിനാൻസിൽ നിന്ന് അടക്കം എടുത്ത വായ്പ തിരിച്ചടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയത്? എന്തിനാണ് CPM? പിണറായി വിജയനും CPM-നും ആരാണ് ഇത്തരത്തിലുള്ള ഒരു അധികാരം നൽകിയിരിക്കുന്നത്? ഇതെൻ്റെ വാക്കുകളല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചതാണ്. തിരുവനന്തപുരം ആര്യനാട് കോട്ടയ്ക്കകം പഞ്ചായത്ത് വാർഡ് മെമ്പറായ ശ്രീജ ഇന്ന് രാവിലെയാണ് ആത്മഹത്യ ചെയ്തത്. ശ്രീജ ആത്മഹത്യ ചെയ്യുമ്പോൾ ശ്രീജയ്ക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ബാധ്യതകൾ തിരിച്ചടയ്ക്കാൻ പാടില്ലാത്ത മനോവിഷമത്തിൽ തന്നെയാണ് ശ്രീജ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുമ്പോൾ, ഇക്കഴിഞ്ഞ ദിവസം CPM-ന്റെ പ്രാദേശിക കക്ഷികൾ ശ്രീജയ്ക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. മൈക്രോ ഫിനാൻസിൽ നിന്ന് അടക്കം ശ്രീജ എടുത്ത വായ്പകൾ തിരിച്ചടച്ചിട്ടില്ല. ഇതിൻ്റെ പ്രതിഷേധ സൂചകമായി CPM-ന്റെ പ്രവർത്തകരും ശ്രീജയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയതിൻ്റെ ഒരു മാനഹാനി തന്നെയാണ് ശ്രീജയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നുകൂടി പറയപ്പെടുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത്, പിണറായി വിജയനും CPM-നും എന്ന് മുതലാണ് ഇത്തരത്തിൽ ബാങ്കുകൾ അധികാരം നൽകിയിരിക്കുന്നത്? ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്ന വായ്പ തിരിച്ചെടുത്തില്ല എങ്കിൽ അവർക്കെതിരെ CPM-ഉം പിണറായി വിജയനും അടക്കമുള്ള കക്ഷികൾ പ്രതിഷേധ പ്രകടനം നടത്തി അവർ സമൂഹ മധ്യത്തിൽ മാനം കെടുത്തി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണത എന്ന് മുതലാണ് CPM കൈക്കൊണ്ടത്. ഇതിന് CPM മറുപടി പറയണം. ശ്രീജയുടെ മരണത്തിന് ഉത്തരവാദിത്തം പിണറായി തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് എന്നുകൂടി VD സതീശൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നു. ശ്രീജയ്ക്ക് നേരത്തെ മുതൽ ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്നു. സാമ്പത്തിക പരാധീനതകൾ തന്നെയായിരുന്നു പ്രശ്നം എന്നാണ് ഇപ്പോൾ വീട്ടുകാരും പറയുന്നത്. ഇന്ന് രാവിലെ റബ്ബറിന് അടിക്കാൻ വച്ചിരുന്ന ആസിഡ് എടുത്താണ് ശ്രീജ കഴിച്ചത്. പിന്നീട് ആര്യനാട് താലൂക്ക് ആശുപത്രിയിൽ ശ്രീജ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. രാവിലെയാണ് ശ്രീജ ആസിഡ് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതും പിന്നീട് മരണത്തിന് കീഴടങ്ങിയത്. ഇപ്പോൾ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ശ്രീജയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് നിരവധി ആളുകൾ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. ഇത് സർക്കാരും അനുബന്ധ ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. വായ്പ എടുത്ത ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി ഏത് വിധേനയും പണം കവർന്നെടുക്കണം അല്ലെങ്കിൽ വാങ്ങിച്ചെടുക്കണം എന്നുള്ള ബാങ്കുകളുടെ സമ്മർദ്ദ തന്ത്രം മനസ്സിലാക്കാൻ സാധിക്കും. ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ അവർക്ക് തിരിച്ചു കിട്ടണം, പണം തിരിച്ചു കിട്ടണം. എന്നാൽ ഒരു കുടുംബത്തെയോ വ്യക്തികളെയോ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു ശ്രീജമാർ ഉണ്ടാകാൻ പാടില്ല. CPM-ഉം പിണറായി വിജയനും ഇത് കൂടുതൽ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രാഷ്ട്രീയമായോ അല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന രീതിയിൽ അവരുടെ ജീവിത പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് വലിച്ചഴിച്ച് പ്രകടനം നടത്തുന്ന രീതി CPM-ഉം പിണറായി വിജയനും അടങ്ങുന്ന ഈ സംഘടന നിർത്തണം എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ പാടില്ലാത്ത ആളുകൾ, അങ്ങനെ സാധ്യത ഇല്ലാത്ത ആളുകൾ, സാമ്പത്തിക ബാധ്യത തിരിച്ച് അടയ്ക്കാൻ സാധിക്കാതെ വന്ന ആളുകൾ സമ്മർദ്ദത്തിന് കീഴടങ്ങി ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ നയപരമായ
ഭരണപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഇത്തരുണത്തിൽ പറയാനുള്ളത്. പഞ്ചായത്ത് മെമ്പറായ ശ്രീജയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ CPM പ്രകടനം നടത്തിയതിനെ അപലപിച്ചുകൊണ്ട് പിണറായി വിജയനും CPM-നും എതിരെ അതിനിശിതമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വളരെ മോശമായി സംസാരിച്ച് അതിൻ്റെ പ്രയാസത്തിലാണ് അവർ ആത്മഹത്യ ചെയ്തത്. CPM എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ വേട്ടയാടുന്നത്? കേരളത്തിൽ എത്ര പേരാണ് സാമ്പത്തിക ബാധ്യതയുള്ളവർ? എത്ര പേർക്കാണ് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നവർ? എത്ര പേരാണ് വീട് ജപ്തി ചെയ്തിട്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് പുറത്തിറങ്ങി വാടക വീട്ടിൽ പോയി താമസിക്കുന്നത്? സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ വേട്ടയാടുക. ഒരു പഞ്ചായത്ത് മെമ്പർ ഏറ്റവും കൂടുതൽ 400ഓളം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച പഞ്ചായത്ത് മെമ്പറെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ്, ഏരിയ സെക്രട്ടറിയും അവരെ അധിക്ഷേപിച്ചതിൽ മനംനൊന്താണ് അവരെ ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് അവരുടെ ഭർത്താവും മകളും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി പോലും എടുക്കാൻ തയ്യാറല്ല. അത് അന്വേഷിച്ചിട്ടാണോ മൊഴിയെടുക്കുന്നത്? പരാതിക്കാർക്ക് കൊടുക്കാനുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് നീതി കിട്ടുന്നില്ല. CPM ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണം. നിങ്ങളെന്താ സാമ്പത്തിക ബാധ്യതയുള്ള ആളുകൾക്കെതിരായിട്ട് നിങ്ങൾ പൊതുയോഗം നടത്തി നിങ്ങളവരെ അധിക്ഷേപിക്കുമോ? എന്തൊരു പാർട്ടിയാണിത്? എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ശക്തിയായ പ്രതിഷേധമുണ്ട്. അത് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുക്കണം, ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.